കേരളത്തിലെ എംപിമാരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു സംവാദത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞു? തയ്യാർ. ഇവിടെ രണ്ട് തരത്തിൽ അതിനെ കാണുന്നുണ്ട്, രണ്ട് സെൽസിൽ. ഒന്ന്, കേസി കുടത്തിൽ തല കുടുങ്ങിയ പട്ടിയുടെ അവസ്ഥയിൽ എത്തി, വെല്ലുവിളിച്ചു, പുള്ളി വെല്ലുവിളി സ്വീകരിച്ചു. തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ പെർഫോമൻസാണ്, മൊത്തം കേരള പൊളിറ്റിക്സ് അല്ല. അപ്പോൾ പട്ടർ ഒന്നും കാണാതെ വെള്ളത്തിൽ ചാടില്ല എന്ന പഴഞ്ചൊല്ലും അവിടെ പ്രസക്തമാണ്. പിണറായി വിജയൻ്റെ മുമ്പിൽ ഡിബേറ്റിന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആൾ കോൺഗ്രസിൽ നമ്മൾ കാണുന്നത് ആകെ വി ഡി സതീശനെ മാത്രമാണ്, അല്ലാതെ വേറെ ആരെയും പറ്റത്തില്ല. ഇത് നല്ല തുടക്കമാണ്. ഇത് നടക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ, കാരണം നമ്മളുടെ ഒരു സംവാദാത്മക രാഷ്ട്രീയത്തിലേക്ക്, ഒരു സർഗാത്മക രാഷ്ട്രീയത്തിലേക്ക്, സൃഷ്ടിപരമായ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൻ്റെ നല്ല തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു ഡിബേറ്റ് നമ്മൾ കണ്ടത് ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പാണ്. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, പണ്ട് ഈ കാർന്നോമാരൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. അതായത് ഈ തവള റോഡ് റോളറിന് മുമ്പിൽ കയറി മസിൽ പിടിച്ച് ഇങ്ങനെ നിന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി പോകല്ലെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ തോന്നിയ ഒരു വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ കേരളത്തിലെ എംപിമാരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു സംവാദത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞു? തയ്യാർ. ഇനി ബാക്കി എന്തായിരിക്കും? അല്ല, ഇതിനകത്ത് തവള റോഡ് റോളറിൻ്റെ മുമ്പിലല്ല, പാണ്ടിലോറിക്ക് മുമ്പിൽ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ രണ്ട് തരത്തിൽ അതിനെ കാണുന്നുണ്ട്, രണ്ട് സെൽസിൽ. ഒന്ന്, കേസി കുടത്തിൽ തല കുടുങ്ങിയ പട്ടിയുടെ അവസ്ഥയിൽ എത്തി, വെല്ലുവിളിച്ചു, പുള്ളി വെല്ലുവിളി സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇന്നലെ സംവാദമാകാമെന്ന് പറയും, വേണമെങ്കിൽ നവംബർ മാസത്തിൽ സംവാദമാകാം, 2025 നവംബറിലെന്ന് പറയും. ഞാൻ നേരത്തെ എന്നെ വെല്ലുവിളിച്ചു, നമുക്ക് ഇന്നലെ സംവദിക്കാം. അപ്പോൾ ഏറ്റെടുത്തില്ലല്ലോ, അതുകൊണ്ട് ഇന്നലെ സംവദിക്കാമെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ 2050 ജനുവരി മാസം 1-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ട് 25 വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇദ്ദേഹം പാർലമെൻ്ററി അനുഭവങ്ങൾ നന്നായിട്ടുണ്ട്. തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ പെർഫോമൻസാണ്, മൊത്തം കേരള പൊളിറ്റിക്സ് അല്ല. പാർലമെൻറ്റിലെ എംപിമാരുടെ പെർഫോമൻസ് എന്നുള്ളതിൻ്റെ ഒറ്റ ഫോക്കസ്, ഒരു സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റ് കെ.സി. വേണുഗോപാൽ മുന്നോട്ടിട്ട് കൊടുക്കുന്നു. അപ്പോൾ പട്ടർ ഒന്നും കാണാതെ വെള്ളത്തിൽ ചാടില്ല എന്ന പഴഞ്ചൊല്ലും അവിടെ പ്രസക്തമാണ്. രണ്ടുമുണ്ട്. ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഞാനിത് ആദ്യം കേട്ടപ്പോൾ ഞാൻ കരുതിയത് സംഭവം, കാരണം കെ.സിയുടെ ഒരു വൊക്കാബുലറി നമുക്കറിയാം, മറ്റേ ആളുടെ പ്രസൻറ്റേഷൻ സ്കില്ലറിയാം. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇന്ന് പിണറായി വിജയൻ്റെ മുമ്പിൽ ഡിബേറ്റിന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആൾ കോൺഗ്രസിൽ നമ്മൾ കാണുന്നത് ആകെ വി ഡി സതീശനെ മാത്രമാണ്, അല്ലാതെ വേറെ ആരെയും പറ്റത്തില്ല. പിന്നെ പുതുതലമുറയിൽ പറ്റുന്ന ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തൊക്കെ പറഞ്ഞാലും ഡിബേറ്ററാണ്. ചാണ്ടി ഉമ്മൻ, പക്ഷേ അതൊരു ക്ലാസിക് ഡിബേറ്റിനെ പറ്റുള്ളൂ. ചാണ്ടി ഉമ്മൻ തറ പൊളിറ്റിക്സ് പറയാൻ പറ്റും. തറ പൊളിറ്റിക്സ് പറയാൻ പിണറായി സുഖം ഇരിക്കത്തുമില്ല, പിണറായി പോലെ ഒരാൾ. ചാണ്ടി ഉമ്മൻ അതിന് പറ്റും, കാരണം സ്റ്റഡിയായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് പലപ്പോഴും പല ചർച്ചയിലൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ, കാരണം ക്ലാസിക്കായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഫിലോസഫിക്കൽ സ്റ്റൈലിലാണ്, നമ്മളെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ തലത്തിലല്ല നിൽക്കുന്നത്. ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് വെച്ചിട്ടാണ് സംസാരിക്കാറുള്ളത് ചാണ്ടി ഉമ്മൻ. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നല്ലൊരു ഡിബേറ്ററാണ്, അതിൽ ഒരു സംശയമില്ല. ചെറുക്കം കൊണ്ടിട്ട് അവൻ്റെ ഭാവി നശിപ്പിച്ചതിൽ അവൻ കൊണ്ടേ നശിപ്പിച്ചല്ല, നമ്മൾ നശിപ്പിച്ചൊന്നുമല്ല. CPI എല്ലാത്തിരി കളിയാക്കി ചിരിക്കണ്ട, നമ്മൾ നശിപ്പിച്ചല്ല. പല വട്ടം പല സമയത്ത് പല സൂചനകളും കാര്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കത് പറയാൻ പറ്റും, സ്വയം നശിപ്പിച്ചതാണ്. ഇതിനകത്ത് ഞാൻ കേട്ടപ്പോൾ കരുതിയത്, കെ.സി. വേണുഗോപാലിന് എം സ്വരാജിനോടോ വേണ്ട SFIയിലെ പയ്യനോടോ ഡിബേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യമുള്ളത് കെ.സി. വേണുഗോപാലിന്. ഇപ്പോൾ എം സ്വരാജ് പോയിരുന്ന് എന്ത് ചെയ്യും? എം സ്വരാജിന് മുമ്പിൽ കെ.സി. പിടിച്ചിരിക്കാൻ പറ്റുമോ? കെ.സിക്കെന്നല്ല, കേരളത്തിലെ കോൺഗ്രസ്സിലെ എം സ്വരാജിന് മുമ്പിൽ പിടിച്ചിരിക്കാനും പറ്റുന്നത് ഈ വീടിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡിബേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും, രാഹുൽ മാങ്കൂട്ടത്തിലും പറ്റും, ഒക്കെ പറ്റും. ഈ ജോൺ ബ്രിട്ടാസ് പോയിരുന്നാലും പ്രശ്നമാണ്. അതേപോലെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പുറത്തൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ശൈലജ ടീച്ചർ പോലും പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. മറുവശത്ത് അതിനുള്ള ആളുകളുടെ ദാരിദ്ര്യമുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ. ചർച്ച പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനും അമ്മയ്ക്കും വിളിക്കുന്ന ഒന്നല്ല ക്ലാസിക്കൽ ഡിബേറ്റ്. ജ്യോതികുമാർ ചാമക്കല ഒരുപാട് പേരുണ്ട്. അതെ, അത് ക്ലാസിക്കൽ ഡിബേറ്റ് നമ്മൾ സമീപകാല ഇത് നല്ല തുടക്കമാണ്. ഇത് നടക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ, കാരണം നമ്മളുടെ ഒരു സംവാദാത്മക രാഷ്ട്രീയത്തിലേക്ക്, ഒരു സർഗാത്മക രാഷ്ട്രീയത്തിലേക്ക്, സൃഷ്ടിപരമായ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൻ്റെ നല്ല തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അവിടെയാണ് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഏറ്റവും സൗന്ദര്യം വർദ്ധിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിബേറ്റ് നമ്മൾ കണ്ടത് ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ലോട്ടറി മാർട്ടിനുമായി ബന്ധപ്പെട്ട, നമ്മുടെ വോട്ടാ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വി ഡി സതീശൻ തോമസ് ഐസക്കിനെ വെല്ലുവിളിക്കുകയും അവർ തമ്മിൽ നല്ലൊരു ഡിബേറ്റാണ് നടന്നത്. അതിനകത്ത് ഇത് മത്സരങ്ങളൊന്നുമല്ല, 1-ാം സ്ഥാനം കിട്ടാനും 2-ാം സ്ഥാനം കിട്ടാനും. അതിനങ്ങനെ കണ്ടാൽ മതി. അതിനകത്ത് ആര് ജയിച്ചു തോറ്റു എന്നുള്ള വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു സർഗാത്മകത ഉണ്ടാകുക എന്നുള്ളതും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതും, പോയിന്റിൽ നിന്നുകൊണ്ട് അടിക്കാതെ പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതും ചാനൽ ചർച്ചയിലുള്ളത് പോലെയുള്ള ഡിബേറ്റ് ആവരുത്. ക്ലാസിക് ഡിബേറ്റ് ആണെങ്കിൽ ക്ലാസിക് ഡിബേറ്റ്. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ കരുതിയത് വേണുഗോപാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഈ കൊച്ചു പിള്ളേരെയൊക്കെ നമ്മളെങ്ങോട്ടെങ്കിലും ദൂരയാത്രയ്ക്ക് കൊണ്ടുപോകുമ്പം നമ്മൾ അവർക്ക് ഡയപ്പർ വെക്കും.
കാരണം ഒരു മൂത്രം ഒഴിക്കുന്ന അപ്പിടുന്നതിനൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഡയപ്പർ വെക്കും. വീട്ടിലാകുമ്പോൾ മാത്രമേ ഉള്ളൂ. വീട്ടിലാണെങ്കിലും നമ്മൾ വെച്ചിട്ട് അവരെ കിടത്തുക, കാരണം ഇത് മാറ്റി കൊടുക്കും. പിന്നെ അപ്പം ഞാൻ കരുതി ഞാനിപ്പോൾ ഡയപ്പറിൻ്റെ കാരണം പാമ്പേഴ്സ് ഉണ്ട്, ഹഗിൾസ് ഉണ്ട്, മമ്മി പൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഏറ്റവും മികച്ച ബ്രാൻഡ് ഏതൊക്കെയാണെന്നുള്ളത് പുള്ളിക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കണം എന്ന് എഴുതിയിരിക്കുകയായിരുന്നു ഞാൻ. പിന്നീടാണ് സെക്കൻഡ് തോട്ട് വന്നത്. കാരണം വേണുഗോപാൽ പിണറായിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യും? ഡിബേറ്റൊന്നും മാത്രമേ ഞാൻ ആദ്യം കേട്ടുള്ളൂ. ഡിബേറ്റിന് വെല്ലുവിളി പിണറായി ഏറ്റെടുത്തു, സമയവും സ്ഥലവും നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇങ്ങേര് പോയി പെട്ടല്ലോ സംഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുടത്തിൽ തലകുടിങ്ങിയ പട്ടിയുടെ അവസ്ഥയിലേക്ക് പോയല്ലോ കേസ്. എന്തിനാണ് ഇയാൾ ഇപ്പോൾ ഇത് വെല്ലുവിളി ഏറ്റെടുക്കത്തിൽ നിന്ന് കണ്ട് പറഞ്ഞതായിരിക്കും, പിണറായി ഏറ്റെടുക്കുകയും ചെയ്ത് ഇനി ആ മനുഷ്യൻ എന്ത് ചെയ്യും, വല്ല കടുങ്ങുകയും ചെയ്യുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അല്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പാമ്പേഴ്സ് വെച്ച് പോകേണ്ടി വരുമോ എന്നുള്ള അവസ്ഥ വന്നത്. കാരണം അവിടെ ഒന്ന് ഇരുന്ന് ഞാൻ പെടുക്കുകയും രണ്ടും പോവും. അല്ലെ രാജഭായി, ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുഖ്യമന്ത്രി ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് KC വേണുഗോപാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം മാധ്യമങ്ങളൊക്കെ മുഖ്യമന്ത്രി കണ്ടു തുടങ്ങി അടുത്ത കാലത്താണ് ഇപ്പോൾ മറ്റേ അഭിമുഖം. അല്ല, അവിടെയാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്. ഞാൻ ഇതിനകത്ത് കാണുന്നൊരു സാധ്യത പിന്നെയാണ് ഞാൻ അതിൻ്റെ ന്യൂസൊക്കെ എടുത്ത് കൃത്യമായിട്ട് നോക്കിയത്. ഇതിനകത്ത് കൃത്യമായി പറയുന്നു, പാർലമെൻറ്റിലെ UDF എംപിമാരുടെ പ്രകടനം സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉന്നയിച്ച പരസ്യ സംവാദത്തിനുള്ള വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തു. സംവാദത്തിന് തയ്യാറാണെന്നും സമയവും തീയതിയും അറിയിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് അതിനെ പറ്റിയ എല്ലാ ടീമും ഉണ്ട്, എല്ലാ മെറ്റീരിയൽസും കൊണ്ടു എത്തിച്ചു കൊടുക്കാനുള്ള ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് വർത്തമാനം അങ്ങനെ പറയണം എന്നുള്ളത് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. ഒരു പ്രോംപ്റ്ററും വേണ്ട, ഒന്നും വേണ്ട. സാധനം ഏത് സാധനത്തിലെടുത്ത് പറയാനുള്ളത് പറയേണ്ട വരി പറയാനറിയാം. അത് പാർട്ടി കമ്മിറ്റിക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും അകത്ത് കിടക്കാനും പുറത്തു പോകാനും ഒക്കെ പറയാനറിയാവുന്ന ആളാണ്. കേരളത്തിന്റെ വികസന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ UDF എംപിമാർ പരാജയപ്പെട്ടു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് പിന്നെ തുടർന്നാണ് ഈ പരസ്യ സംവാദത്തിന് വിളിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടും UDF എംപിമാരുടെ പാർലമെന്റിലെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടും ആണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ പിന്നോക്കം പോയി എന്ന് മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണെന്നും വേണുഗോപാൽ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പം ഇതിനകത്ത് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരുപാട് കാലത്തെ പാർലമെന്ററി അനുഭവങ്ങളുള്ള ഒരാളാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ നേതാവാകുന്നൊരു വഴി വേറെയാണ്. നേതാവാകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ സത്യത്തിൽ ജോൺ പിട്ടാസിൻ്റെ ഫോട്ടോ ആണ് വീട്ടിൽ വെച്ചിട്ടൊന്നും പൂജിക്കേണ്ടത്. അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം പ്രീ ഡിഗ്രി തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ അവിടെയാണ് കഴിഞ്ഞത്. ഗണിതശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. രാഷ്ട്രീയത്തിലെ കണക്കൂട്ടലുകളിലും വലിയ തെറ്റൊന്നും പറ്റാതെ പോയിട്ടുള്ള ആളാണ്. കാരണം വളരെ പെട്ടെന്നാണല്ലോ, അതിവേഗമുള്ള ഒരു വളർച്ചയായിരുന്നു. അപ്പം പഠിച്ച കണക്കുകൾ രാഷ്ട്രീയത്തിൽ നന്നായി പ്രയോഗിച്ച ആളാണ്. പിന്നെ ലോ അക്കാദമിയിൽ നിന്ന് LLBയും കഴിഞ്ഞ ആളാണ്. അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ MSc അവിടെ പഠിക്കുന്ന സമയത്ത് അന്ന് അവിടെ ജോൺ പിട്ടാസ് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. ഒരു പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ജോൺ പിട്ടാസ് ഇയാളെ പിടിച്ച് തള്ളുകയാണ്, KCയെ പിടിച്ചിട്ട്. അങ്ങനെ SFIയുടെ മർദ്ദനമേറ്റു എന്നുള്ള രീതിയിൽ വലിയ വാർത്തയൊക്കെ വരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം കരുണാകരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് കരുണാകരൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു എന്ന് പറയാം. രമേശ് ചെന്നിത്തലയൊക്കെ പോലെ തന്നെ ആ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്ന, കല്യാണിക്കുട്ടി അമ്മയോട് കടപ്പെട്ടിരിക്കുന്ന ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെ മക്കളെക്കാൾ അപ്പുറം സ്നേഹിച്ച് വളർത്തിക്കൊള്ളുന്ന ആൾക്കാരാണ് KCയും രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ. അതിനൊന്നും സംശയമില്ല. KCയെ പിന്നെ വളരെ 10-26 വയസ്സുണ്ടാകുമ്പം 91-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KCൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുമ്പം കാസർഗോഡ് നിന്ന് മത്സരിപ്പിച്ചു. നന്നായിട്ട് കൂട്ടും പിടിച്ചു വന്ന് രാമറയ്ക്കെതിരെ CPM-ൽ. അന്ന് രാമറയും മാറി നിൽക്കുന്ന സമയത്താണ് KC കൊണ്ടുനിടുന്നത്. അങ്ങനെ KC അവിടെ കൊണ്ടുനിടുന്നു. KC അത്യാവശ്യം നന്നായിട്ട് ലോക്സഭയിലോട്ട് ഏകദേശം 10,000-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നീട് അറിയാമല്ലോ, അദ്ദേഹം ആലപ്പുഴയിൽ നിൽക്കുന്നു, നിയമസഭയിലേക്ക് വരുന്നു, മന്ത്രിയാവുന്നു, ലോക്സഭയിലേക്ക് പോകുന്നു, കേന്ദ്ര സഹമന്ത്രിയാവുന്നു, AICC ജനറൽ സെക്രട്ടറി ആവുന്നു. അങ്ങനെ ഒരു വളർച്ച ഉണ്ടാകുമ്പം പത്മജയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് നടത്തിയ പരാമർശം സത്യത്തിൽ അത് ബയോളജിക്കൽ തന്തയല്ല, പൊളിറ്റിക്കൽ തന്തയാന്നൊക്കെ പറഞ്ഞാൽ ഏത് തന്തയാണെങ്കിലും തന്തയ്ക്ക് വിളിയാണ്. അതിനെന്തൊക്കെ പറഞ്ഞാലും അത് ആ സമയത്ത് പരസ്യമായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും പോലെ കരുണാകരൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടുമറങ്ങിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവിടെ പിന്നെ ജീവിച്ച ആളുകൾ അതിനെ പരസ്യമായി ശാസിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പരസ്യമായിട്ട് വളർന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധം അവർക്ക് തോന്നേണ്ടത്. അവർ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അന്ന് പരസ്യമായിട്ട് പറയണമായിരുന്നു, രാഹുൽ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയണമായിരുന്നു. അത് പിന്നെ തുടർച്ചയായിട്ട് KCയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെയുള്ള അവഗണന കാരണമാണ് താൻ BJP-യിലേക്ക് പോയതെന്ന് പത്മജ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം നല്ല വോളിബോൾ കളിക്കാരനാണ്. ഞാൻ പറഞ്ഞില്ല, 10-40 വർഷം മുമ്പാണ് പയ്യന്നൂർ കോളേജിൽ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അതായത് ജോൺ പിട്ടാസിൻ്റെ ആ തള്ളൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ രാശി മാറ്റി. സത്യത്തിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജോൺ പിട്ടാസിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നവനായിരിക്കണം. കരുണാകരനോട് എങ്ങനെയാണോ കടപ്പെട്ടിരിക്കുന്നത്, അന്ന് ജോൺ പിട്ടാസ് തള്ളിയില്ലെങ്കിൽ വേണമെങ്കിൽ മാക്സിമം പേര് DCC പ്രസിഡന്റിന് അപ്പുറത്തേക്കോ പിന്നെ ഇപ്പളങ്ങാനും വല്ല നിയമസഭയിലേക്കോ മത്സരിച്ച് വരാൻ കഴിയുന്ന ഒരവസ്ഥ മാത്രമേ KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ അടിയിൽ പോകേണ്ട ഒരാളാണ്. എല്ലാവരുടെ അടിയിൽ തന്നെ സണ്ണി ജോസഫിന്റെ ഒക്കെ താഴെ കിടക്കത്തുള്ളൂ. പിന്നെ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാകുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ പല രീതിയിൽ വരുന്നു. മാത്രമല്ല, ഇദ്ദേഹം 91-ൽ കരുണാകരൻ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുമായിട്ട് ദില്ലിക്ക് പോകുമ്പം എയർപോർട്ടിൽ പോയിട്ട്, അന്നത്തെ പത്രങ്ങളെല്ലാം പഴയ ആർക്കൈവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലെ കാൽപാദത്തിൽ വീണ് സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു.
കേരള രാഷ്ട്രീയത്തിൽ ആ കാഴ്ച അതിനുശേഷവും ഉണ്ടായിട്ടില്ല, അതിന് മുമ്പും ഉണ്ടായിട്ടില്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്കകത്തും. അങ്ങനെ അതായത് സാഷ്ടാംഗം നമസ്കരിക്കുക, അങ്ങനെ അതായത് ദൈവതുല്യനായിട്ട് കണ്ടിട്ടാണ് വിടുന്നത്. ആ സാഷ്ടാംഗ നമസ്കാരത്തിലൂടെ ആ സീറ്റ് കിട്ടുന്നത്, കാസർഗോഡ് സീറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, തെരഞ്ഞെടുപ്പ് ഇലക്ഷനിനകത്തുള്ള ട്രാക്ക് റെക്കോർഡൊക്കെ വളരെ ഗംഭീരമാണ്. അദ്ദേഹം എവിടെ നിന്നാലും മത്സരിക്കുന്നു, വിജയിക്കുന്നു, തുടർച്ചയായിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. ഈ വിഷയത്തിനകത്ത് വരുമ്പോൾ ഒന്ന്, ഇത്രയും കാലത്തെ പാർലമെൻ്ററി അനുഭവം കൊണ്ട് പാർലമെൻ്ററി പ്രൊസീഡിങ്സ് വളരെ കൃത്യമായിട്ട് അറിയാം കാര്യങ്ങൾ. പല പാർലമെൻ്ററി സമിതികളുടെയും ചെയർമാൻ സ്ഥാനത്തും മറ്റു പല സമിതികളിലും ഉപാധ്യക്ഷ സ്ഥാനത്തും അംഗമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ദീർഘകാലത്തെ പാർലമെൻ്ററി അനുഭവമുണ്ട്. ഹാജർ നില പരിശോധിക്കുമ്പോൾ KC വേണുഗോപാലിൻ്റെത് നല്ല ഉയർന്ന റേറ്റിലാണ് നിൽക്കുന്നത് ഹാജർ നിലയിൽ. മറ്റുള്ളവരെ പോലെ പിന്നെ ഫ്ലൈറ്റ് കിട്ടിയില്ല, അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ട്, കാരണം ദില്ലി കേന്ദ്രീകരിച്ചാണല്ലോ നിൽക്കുന്നതും, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പാർലമെൻറ്റിലെ പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് വലുതാണെന്ന് ഞാൻ പറയുന്നില്ല. പെർഫോമൻസ് പാർലമെൻറ്റിനകത്ത് നിന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ലോക്സഭാംഗങ്ങളുടെ ആരുടെയും അത്ര അതിന് പറ്റുന്ന ആരും പാർലമെൻറ്റ് ലോക്സഭയ്ക്കകത്തു നിന്ന് കേരളത്തിൽ നിന്നില്ല എന്നുള്ളത് തന്നെ സത്യം. ശശി തരൂർ ഒഴിച്ചാൽ, ശശി തരൂരിന് അതിനുള്ള പിന്നെ കഴിവുണ്ട്, ബാക്കി ആരും ഇല്ല അതിന് പറ്റുന്നവർ. മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള UDF MPമാർ പാർലമെന്റിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് സത്യമല്ലേ? അത് ഒന്നുകിൽ പിണറായി വിജയൻ വെല്ലുവിളി സ്വീകരിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുക, അതാണ് കറക്റ്റ്. അല്ലെങ്കിൽ പിണറായി വിജയൻ വെല്ലുവിളി സ്വീകരിച്ച സ്ഥിതിക്ക് പുള്ളി നന്നായി ഹോംവർക്ക് നടത്തും. പക്ഷേ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. വേറെ വിഷയത്തിലേക്ക് പോയിട്ടില്ല, ഒറ്റ വിഷയം എടുത്തിട്ടേക്കുന്നത്. അവിടെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു സാധ്യതയുള്ളത്. ഒരാൾ സംസാരിച്ചിട്ടില്ല ഇന്ത്യൻ പാർലമെന്റിനകത്ത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു MP പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഒരു പ്രൊജക്ടിനുണ്ട് കേരള സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഒരാളും വാ തുറന്നിട്ടില്ല. ഇതിനകത്തുള്ള വിഷയം എന്താണെന്നറിയോ? ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റിലാണെങ്കിലും 19-24 കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പം 24 വന്നിട്ടുള്ള പാർലമെൻറ്റിലാണെങ്കിലും ഇതിന് പറ്റുന്ന ആളുകളെല്ലാം അയച്ചേക്കുന്നത്. ശശി തരൂര് എന്തോ ആവട്ടെ, അയാൾ പിന്നെ മണ്ണും ചാണകവും അല്ലാതെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഏത് പാർട്ടിയിലാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. പക്ഷേ അദ്ദേഹത്തിന് വിഷയങ്ങൾ റൈസ് ചെയ്യാനറിയാം. പിന്നെ ഒരാളുള്ളത് പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രേമേന്ദ്രൻ കള്ളന് കഞ്ഞി വെച്ചവരാണ്, നമ്പാൻ കൊള്ളത്തില്ല, എപ്പോൾ BJP ചാടും എന്നുള്ളത് നോക്കിയാൽ മതി. പക്ഷേ പ്രേമേന്ദ്രനും പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട്. പ്രേമേന്ദ്രന് ഒരു ബില്ലിന്മേലൊക്കെയുള്ള ചർച്ചയിൽ പങ്കെടുക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ അതുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത് MP ഫണ്ട് കൊടുക്കുക, MLA ഫണ്ട് കൊടുക്കുക എന്നുള്ള സ്ഥിതിയിൽ പോലും തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരുടെ പണി അതല്ല, അത് വകുപ്പുകൾ മുഖേന പോകേണ്ട. MLA ഫണ്ട് അന്നേരം അമ്മന്റെ പേരും വെച്ചിട്ട് അവരെ പിന്നെ അമ്മായപ്പന്റെ വീട്ടിൽ നിർത്തുക അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് വേറെ വിഷയമാണ്. വികസനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണ പ്രക്രിയകളിൽ അതിനകത്ത് ഭേദഗതികളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് കൃത്യമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത് MLA ആയ മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ ചെല്ലണം, MP ആയാലും അവിടെ ചെല്ലണം എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു വിഷയം എന്താ, വഖഫ് ബോർഡ് ബില്ലിന്റെ കാര്യത്തിൽ പോലും കേരളത്തിൽ നിന്ന് എത്ര MPമാർ സംസാരിച്ചു? ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിന്റെ MPമാർ ഒരു സമയത്ത് എത്തിയില്ല. എത്ര MPമാർ സംസാരിച്ചു? ഫ്ലൈറ്റ് മിസ്സായ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പോയിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ വഖഫ് ബോർഡിനകത്ത് നടന്നിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒന്നുകിൽ അട്ടയർലി ഫെയിൽഡ് ആവും വേണുഗോപാൽ, ഇത് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. അല്ല കോൺഫിഡൻറ്റോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പിണറായി വിജയൻ ഏറ്റെടുക്കും എന്ന മുൻധാരണയോടുകൂടി തന്നെ വെല്ലുവിളിച്ചതാണെങ്കിൽ, ACC ജനറൽ സെക്രട്ടറിയാണ് വെല്ലുവിളിക്കുന്നത്, ഏറ്റെടുത്താൽ എങ്ങനെ ചെയ്യണം എന്ന് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ തുടക്കമായിട്ട്, ഞാൻ പറഞ്ഞില്ല ആര് ജയിക്കുന്നു തോക്കുന്നു എന്നുള്ളതല്ല, ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാവണം. ഇത്തരം സംവാദങ്ങളും നടക്കണം. ഇവരെ കയ്യിൽ എന്താ ഉള്ളത് എന്നുള്ളത് പുറത്തോട്ട് വരണം. ഇവരെന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് ജനത്തിൻ്റെ മുമ്പിൽ തെളിയുമല്ലോ. കാരണം പ്രതിപക്ഷവും ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം പ്രതിപക്ഷത്തിന് ഉണ്ടാവണം. ഓരോ ജനപ്രതിനിധിയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ തൊട്ട് പാർലമെൻറ്റ് അംഗം വരെയുള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെയുള്ളവർ അവരെന്ത് ചെയ്യുന്നു എന്നത് പരസ്യമായി ഇങ്ങനെ സംവാദങ്ങളിലൂടെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നരേന്ദ്രമോദി ആണെങ്കിൽ ഇപ്പോൾ ഈ വെല്ലുവിളിക്ക് ഏറ്റെടുക്കുമോ? ഇല്ല. നരേന്ദ്രമോദി സ്കിപ്പ് ചെയ്ത് പോകത്തുള്ളൂ. പ്രസ് മീറ്റ് വിളിക്കത്തില്ല. പുള്ളിക്ക് പറയാനുള്ളത് പുള്ളി അതുമല്ല, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ച ഇന്റർവ്യൂവിനെ പുള്ളി ഉപയോഗിക്കത്തുള്ളൂ. പുള്ളി നല്ല പ്രാസംഗികനാണ്, നല്ല പ്രസൻറ്ററാണ്. കാരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോംപ്റ്റർ വെച്ചിട്ടും പ്രോംപ്റ്റർ വെക്കാതെയും പറയാനറിയാം. പ്രോംപ്റ്റർ വെക്കാതെയാണല്ലോ പബ്ലിക്കിനെ പിന്നെ അഡ്രസ്സ് ചെയ്യുന്നത്. അതാ സ്ഥിതി. അതിനപ്പുറത്തേക്ക് സംവാദാത്മക രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എന്നെപ്പോലെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഇതൊരു മനോഹരമായ തുടക്കമാകട്ടെ. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്തു എന്ന് രണ്ടു കൂട്ടരും ജനങ്ങളുടെ മുമ്പിലിരുന്ന് പരസ്യമായിട്ട് പറയട്ടെ. ഇതൊരു മാതൃകയായി മാറട്ടെ. രാജ്യത്താകമാനം തന്നെ ഇതൊരു മാതൃകയാവട്ടെ. നാളെ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തമ്മിൽ ഡിബേറ്റ് നടക്കട്ടെ. എടപ്പാളി പളനിസ്വാമിയും സ്റ്റാലിനുമായിട്ട് സംവാദം നടക്കട്ടെ. മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിൽ സംവാദം നടക്കട്ടെ. അങ്ങനെ അക്രമത്തിൻ്റെ വഴിയെ അല്ലാതെ സംവാദാത്മക രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല കാലം, ഒരു വസന്തകാലം ഉണ്ടാവട്ടെ എന്നാണ് എനിക്കിതിൽ ആശംസിക്കാനുള്ളത്. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതി മാറുന്നൊരവസ്ഥയിലേക്ക്, അല്ലാതെ കല്ലെറിയലും തെറി വിളിക്കലും ഫ്ലെക്സ് ബോർഡ് കയറലും ലോക്സഭയിലും പിന്നെ നിയമസഭയിലും ഒക്കെ വന്നിട്ട് കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കലും തുണി ഉരിഞ്ഞ് പിന്നെ അഭ്യാസം കാണിക്കലും നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കലുമല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറ ആഗ്രഹിക്കുന്നത്. ആ യുവതലമുറയെ ഈ ജൻസി കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പം യുവതലമുറയുടെ മുമ്പിൽ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ കൊണ്ടുവരാൻ, ജനാധിപത്യത്തിൽ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ഇത് അവസരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.